അർജുൻ, സ്വദേശം തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്ക് അടുത്ത് നൽകണ്ട. എന്റെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് BBA. ഈ ബിസിനസ് ഞാൻ 11 വർഷങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആദ്യമായിട്ട് കേരള അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ സ്പോൺസർ കമ്പനിയുടെ CEO ആയിട്ടുള്ള അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും, എന്റെ മെന്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റി ലീഡർ മിസ്റ്റർ സുജിത് ഖാൻ സാറിനും, എന്റെ അപ്നെ ഓംപ്രകാശ് സാർ, അതുപോലെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ രമേശ് സാർ, എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് മനോജ് മാധവൻ സാർ, അതർ ഡയമണ്ട് ലീഡേഴ്സ് മണികണ്ഠൻ സാർ, അതർ ലീഡേഴ്സ്, എല്ലാവർക്കും എന്റെ എല്ലാവിധ നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. സോ ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ദിവസം എന്നെ അഭിലാഷ് സാർ പറഞ്ഞു, അർജുൻ എന്റെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട്, അവരെ നീ ഒന്ന് പോയി കാണണം, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പൊ വലിയ തലക്കനമൊക്കെ ആയിട്ട് എന്റെ 22ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ ഞാൻ വരുന്നു. അന്ന് അദ്ദേഹത്തെ ചെല്ലുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. എന്തോ ഒരു കമ്പനി AB പറയും, അതൊക്കെ പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും, കാശ് ഉണ്ടാക്കാം, ബെൻസ് വാങ്ങാം എന്നൊക്കെ അദ്ദേഹം പറയും. തിരിച്ചു കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അദ്ദേഹത്തെ ഇട്ടൊന്ന് വട്ടം കറക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് പ്ലാന് കേൾക്കാൻ വേണ്ടി വന്നത്. പക്ഷെ ഞാൻ ചെന്ന് പെട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചെന്ന് പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഒരു 3 മണിക്കൂർ നേരം കൊണ്ട് ആ സിംഹം എന്നെ കടിച്ചു വലിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞു. ആ സിംഹത്തിന്റെ പേരാണ് ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ മിസ്റ്റർ സുജിത് ഖാൻ. ആ തീരുമാനിച്ചു, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഐ വാണ്ട് ടു ബിക്കം റിച്ച് ആൻഡ് വെൽത്തി. എനിക്ക് സമ്പന്നതയിൽ ജീവിക്കണം, കാശുകാരനാവണം, മെർസിഡീസ് വാങ്ങണം, അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടത്തണം, എന്റെ അപ്പച്ചനും